നമസ്കാരം. ഇൻവാക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് GSTR റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ പൊതുവിൽ കുറേ ആൾക്കാർക്ക് സംഭവിക്കുന്ന കുറച്ച് മിസ്റ്റേക്കുകളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അതിൽ പ്രധാനമായിട്ടും നമുക്കറിയാം, ഇപ്പോൾ ഒരുപാട് പേർക്ക് ഇപ്പോൾ 17, 18, 18, 19 GST സ്ക്രൂട്ടിനി നോട്ടീസുകളും അല്ലെങ്കിൽ ഡിമാൻഡ് നോട്ടീസുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. അതുപോലെ ഒരുപാട് മാറ്റങ്ങൾ GST റിട്ടേൺ ഫയലിങ്ങിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഓൾറെഡി വന്നുകൊണ്ടിരിക്കുക. അതിന് മെയിൻ ഒരു മാറ്റങ്ങളിലൊന്നാണ് നമ്മുടെ ഇൻപുട്ട് ക്ലെയിം തുടങ്ങിയ കാര്യങ്ങൾ. ഇപ്പോൾ പല ആൾക്കാരും GST തുടങ്ങിയതിന് ശേഷം അവിടെ ഏത് ബില്ല് മേടിച്ചാൽ അവിടെ GST നമ്പർ വെച്ചിട്ട് ബില്ല് മേടിക്കുന്നുണ്ട്. ആ ബില്ല് നേരെ കൊണ്ടുവന്ന് ഫയൽ ചെയ്യുന്നുണ്ട്. ഇതിൽ ഏതെടുക്കണം എടുക്കണ്ട എന്നുള്ള കൺഫ്യൂഷനിൽ പല ആൾക്കാരും എല്ലാം നേരെ ക്ലെയിം ചെയ്യുന്നുണ്ട്. അതിനൊരു പലരും എക്സ്ക്യൂസായിട്ട് പറയുന്നത് GSTR 2Bയിൽ വന്നു, അതുകൊണ്ട് ഞാൻ എടുത്തു എന്നുള്ളതൊക്കെയാണ്. ആക്ച്വലി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ബിസിനസ്സിൽ നമുക്ക് ഇന്നെലിജിബിൾ ആയിട്ടുള്ള ഒരുപാട് ഇൻപുട്സുകളുണ്ട്. അത് ഏതാണെന്ന് മനസ്സിലാക്കി അത് കൃത്യമായി നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ, ഇനിയിപ്പോൾ മനസ്സിലാക്കിയാൽ തന്നെയും ചില ആൾക്കാർ GSTR റിട്ടേണിൽ അത് കാണിക്കാറുണ്ടായിരുന്നില്ല. ആക്ച്വലി GSTR 3Bയിൽ നമ്മൾ കൃത്യമായി അതിനൊരു പ്രൊവിഷൻ തന്നിട്ടുണ്ട്. ഇന്നെലിജിബിൾ ITC ഫില്ല് ചെയ്യാനുള്ളൊരു ഏരിയ, അത് കൃത്യമായി തന്നെ നിങ്ങൾ അക്കൗണ്ട്സ് ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത് അത് കൃത്യമായി ഫില്ല് ചെയ്ത് പോകുക. അതുവഴി തന്നെ നമുക്കൊരു നോട്ടീസ് വരുന്നത് ഒഴിവാക്കാം. രണ്ടാമത്തെ കേസാണ് RCM, റിവേഴ്സ് ചാർജ് മെക്കാനിസം ഡിമാൻഡ്. ഇപ്പോൾ ട്രാൻസ്പോർട്ട് ബില്ലുകൾ, മെജോറിറ്റി ആൾക്കാരും RCMനെ കുറിച്ച് അൺഅവെയറാണ്. ആക്ച്വലി കൃത്യമായി നമുക്ക് വരുന്ന RCM ബില്ലുകൾ അതാത് മാസം തന്നെ RCM അടച്ചു പോയില്ല എങ്കിൽ അതും ഭാവിയിൽ ഒരു GST ഓഡിറ്റ് വരുമ്പോൾ നമുക്ക് വലിയൊരു ടാക്സ് ലൈബിലിറ്റി ക്രിയേറ്റ് ചെയ്യാവുന്നൊരു ഏരിയ ആണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ മെൻഷൻ ചെയ്യാൻ മറന്നുപോകുക. നമ്മൾ അതായത് ടേൺ ഓവർ പ്രോപ്പറായിട്ട് മെൻഷൻ ചെയ്യാൻ വിട്ടുപോകുക. അതായത് B2B മാത്രം ചിലർ കാണിക്കുന്നു, ചിലർ B2C വിട്ടുപോകുന്നു. ഇങ്ങനെയൊക്കെയുള്ള കേസുകളാണ്. അങ്ങനെ എന്ത് സംഭവിച്ചാലും നിങ്ങൾക്ക് അത് ഫയൽ ചെയ്യുന്ന തൊട്ടടുത്ത മാസത്തിൽ തന്നെ അത് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ളൊരു സിസ്റ്റം നമുക്കുണ്ട്. നിങ്ങൾ ഓർക്കുക, GSTക്കകത്ത് റിവേഴ്സ് റിട്ടേൺസ് ഇല്ല. പക്ഷേ റിവേഴ്സ് റിട്ടേണിലുള്ള ഓപ്ഷൻസ് വരുമെന്നൊക്കെയുള്ള ആർട്ടിക്കിളുകൾ കഴിഞ്ഞ ദിവസം വായിച്ചായിരുന്നു. ബട്ട് നിലവിൽ ഇതുവരെ നമുക്ക് ഫയൽ ചെയ്തൊരു GST റിട്ടേൺ റിവേഴ്സ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അമെൻമെൻറ്റ്സുകൾ മാത്രമേ ഉള്ളൂ. തൊട്ട് പിന്നാലെ വരുന്ന മാസങ്ങളിൽ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമെൻഡ് ചെയ്യാനേ സാധിക്കുകയുള്ളൂ. അതുമല്ല, അടുത്തൊരു മെയിൻ കേസ് പറഞ്ഞാൽ ഫയലിംഗ് അണ്ടർ ഡാറ്റ ഇൻ റോങ് GST കോളംസ് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ എക്സംപ്റ്റഡ് സെയിൽസ് വന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായി എക്സംപ്റ്റഡ് സെയിൽസിൻ്റെ അണ്ടറിൽ തന്നെ അത് ടാക്സിബിൾ ടേൺ ഓവറും കൃത്യമായിട്ടും എക്സംപ്റ്റഡ് ടേൺ ഓവേഴ്സും സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ ഫയൽ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇതെല്ലാം ഓട്ടോ പോപ്പുലേറ്റ് ആയിട്ട് GSTR 9ലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ സ്കൂട്ടിനിക്കോ അങ്ങനെയുള്ള കാര്യങ്ങൾ എടുക്കുമ്പോൾ സിസ്റ്റം ഡ്രിവൺ ആയിട്ടാണ് ഈ ഡാറ്റാസൊക്കെ എടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായും നമ്മൾ റോങ് ഇൻപുട്ട് കൊടുത്തതിനാൽ അതനുസരിച്ചുള്ളൊരു ഡാറ്റ ആയിരിക്കും അവിടെ പ്രോസസ്സ് ചെയ്യുമ്പോൾ. അതുവഴി നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഭാവിയിൽ ഉണ്ടായിരിക്കാം. പിന്നെ അതിൻ്റെ ക്ലാരിഫിക്കേഷൻസ് ആയിട്ട് കൊടുക്കേണ്ടി വന്നേക്കാം. മെയിൻലി വേറൊരു കേസ് പറഞ്ഞാൽ, ഇപ്പോൾ പല ആൾക്കാരുടെയും പ്രശ്നം പറഞ്ഞാൽ GSTR 2Bയിൽ വന്നു, അതുകൊണ്ട് ഇൻപുട്ട് എടുക്കാമെന്നുള്ളൊരു തെറ്റിദ്ധാരണ പലർക്കും ഉള്ളതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ആക്ച്വലി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, കൃത്യമായ നിയമത്തിൽ അത് പറയുന്നുണ്ട്, GSTR 2Bയിൽ വന്നുകൊണ്ട് മാത്രം നിങ്ങൾ ഇൻപുട്ട് എടുക്കാൻ സാധിക്കുകയില്ല. ആ സാധനം നിങ്ങളുടെ ഗോഡൗണിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഷോറൂമിലോ മെറ്റീരിയൽ റിസീവ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ആ GSTR എടുക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത കേസ് നമുക്ക് തൊട്ടടുത്ത മാസത്തേക്ക് നമുക്കത് ക്യാരി ഫോർവേഡ് ചെയ്ത് അടുത്ത മാസം എന്നാണോ ആ സാധനം റിസീവ് ചെയ്ത് ആ മാസം മാത്രമേ എടുക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ഇതിനിപ്പോൾ അറിയാൻ പറ്റും, നമുക്ക് ഓരോ മാസവും നമുക്ക് ഇൻപുട്ട് ടാക്സ് റിവേഴ്സലുണ്ട്. അതിൻ്റെ സെക്ഷൻസ് എല്ലാം പുതുതായിട്ട് വന്നിട്ടുണ്ട്. ആ റിട്ടേൺ ഫോംസ് തന്നെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ കൃത്യമായി നമുക്ക് അതാത് മാസങ്ങളിൽ 2Bയിൽ വന്നിരിക്കുന്ന ഇൻപുട്ട് ക്ലെയിം ചെയ്യാത്തുണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്ത് അടുത്ത മാസത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഗവൺമെൻറ് തന്നെ തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത്തരം കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും നിങ്ങൾക്ക് GST റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് നിങ്ങളിത് ഫയൽ ചെയ്യുകയാണെങ്കിൽ ഇതിനെല്ലാം നിങ്ങൾക്ക് നല്ലൊരു സോഫ്റ്റ്വെയറിൻ്റെ സഹായം ഉണ്ടെങ്കിൽ ഇത്തരം ഡാറ്റാസ് ഓട്ടോമാറ്റിക്കലി സോഫ്റ്റ്വെയർ തന്നെ നിങ്ങൾക്ക് ഡ്രിവൺ ചെയ്ത്, ഇപ്പോൾ ഇന്നെലിജിബിൾ ITC ആണെങ്കിലും അല്ലെങ്കിൽ എലിജിബിൾ ITC അല്ലെങ്കിൽ 2B റിക്കൺസേഷൻ തുടങ്ങിയ കാര്യങ്ങൾ സോഫ്റ്റ്വെയറിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് വരാവുന്ന ഒരുപാട് നോട്ടീസുകൾ നിങ്ങൾക്ക് കുറയ്ക്കാൻ സാധിക്കും. ശ്രദ്ധിക്കേണ്ടത്, എന്ത് മിസ്റ്റേക്ക് വന്നാലും ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അത് റെക്ടിഫൈ ചെയ്യാൻ ശ്രമിക്കുക. കാരണം 18% GSTയുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ അടയ്ക്കേണ്ട ടാക്സ് പ്ലസ് 18% ഇൻട്രസ്റ്റ് എത്ര മാസം നിന്നു അതനുസരിച്ച് കാൽക്കുലേറ്റ് നമ്മൾ അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ വയ്ക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള പുതിയ വീഡിയോകൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.